എല്ലാവരും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നു, പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ധ്യാനം തുടങ്ങിയതിനു ശേഷം എനിക്ക് എൻ്റെ പഴയ ഓർമ്മകൾ എന്നെ കൂടുതലായിട്ട് അലട്ടുന്നു. ഇത്തരം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. സോഷ്യൽ മീഡിയയിലും മറ്റും മാനസിക ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു ഒറ്റമൂലിയായി, ഒരു അത്ഭുത മരുന്നായിട്ടൊക്കെ മൈൻഡ്ഫുൾനെസ്സിനെയും മെഡിറ്റേഷനെയും ഒക്കെ പറയുന്ന ഒരുപാട് വീഡിയോസും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശരിയാണ്, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചു വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറച്ചു വെക്കാനായിട്ട്, സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായിട്ട്, കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഒക്കെ ശരിയായ രീതിയിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഫക്റ്റ് ഉള്ള എന്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൈൻഡ്ഫുൾനെസ് ഒരുപോലെ ഇഫക്റ്റീവ് ആകുമെന്നോ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്നോ പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. പുതിയ പഠനങ്ങൾ അനുസരിച്ച് പലരിലും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തെളിയുന്നു. ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അധികമാരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളുടെ സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇത് കാരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട്. നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കാണുക. കാരണം ഈ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രാക്ടീസിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നോ അത് ചെയ്യാൻ പാടില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ രീതിയിൽ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെ കുറച്ചു വെക്കുവാനായിട്ട് അത് സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടാനും, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ ഒരു പഠിക്കാനുള്ള കഴിവ് കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. അത് പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? പലപ്പോഴും പ്രശ്നം തുടങ്ങുന്നത് മാനസിക അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നുമാണ്. ഏതൊരു മരുന്നും എല്ലാവർക്കും ഒരുപോലെ ഇഫക്റ്റീവ് ആകുമെന്നോ ഒരാൾക്കും സൈഡ് എഫക്റ്റ് വരില്ല എന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മൈൻഡ്ഫുൾനെസ്സും. എല്ലാ മാനസിക അസുഖങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഫക്റ്റീവായ ഒന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും പലരിലും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഉത്കണ്ഠ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം. കാരണം നമ്മൾ ഉത്കണ്ഠ കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെയാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ചിലരിൽ അത് ഉത്കണ്ഠ കൂട്ടുന്നു. എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ മറയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. പല കാര്യങ്ങൾ ഉപയോഗിച്ച് ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ജോലി ആവാം, ഫ്രണ്ട്സ് ആവാം, ട്രാവൽ ആവാം, സിനിമകളാവാം, സോഷ്യൽ മീഡിയ ആവാം. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമ്മളുടെ ഉത്കണ്ഠ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ പാസ്റ്റ് ട്രോമകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ, അതൊക്കെ കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇതാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. നമുക്ക് അന്ന് അനുഭവിച്ച ആ ഒരു വേദനയൊക്കെ വീണ്ടും അനുഭവിക്കാനുള്ള ഒരു സാധ്യത കൂടി വരുന്നു. മാനസികമായി അത് വീണ്ടും അനുഭവിക്കാനുള്ള ഒരു സാധ്യത കൂടി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ, അബ്യൂസുകളിലൂടെ, അല്ലെങ്കിൽ ആക്സിഡൻസിലൂടെയൊക്കെ കടന്നു പോയവര് അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇത് അടഞ്ഞു കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ, നമ്മളിലേക്ക് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ, മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ മുകളിലേക്ക് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി നമ്മൾ ആ വേദനയൊക്കെ കൂടുതൽ അനുഭവിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയിലൂടെ പോയിട്ടുള്ളവർ
പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ കണ്ടതിന് ശേഷം മാത്രം ഇതുപോലത്തെ പ്രാക്ടീസുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള രീതിയിലുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് മാത്രം ചെയ്യാനായിട്ട് അവരോട് സജസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അടുത്ത ഒരു സൈഡ് എഫക്റ്റ്, ഡിസോസിയേഷൻ ഫീൽ ചെയ്യാം, യാഥാർത്ഥ്യത്തിൽ നിന്നും വിട്ടുപോകാം. അവർക്ക് അവരുടെ ബോഡിയിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചുറ്റുമുള്ളതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ എന്നൊക്കെ പറയും. മറ്റൊരു ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഓവർ അനലൈസിങ് അവർ സെൽഫ്. നമ്മളെ അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി തുടങ്ങുന്ന മൈൻഡ്ഫുൾനെസ് പിന്നീട് ഇങ്ങനെ ഓവർ അനാലിസിസും കൂടി അതിലേക്ക് വരുമ്പോൾ, ഓവർ അനലൈസിങ് അവർ സെൽഫ് അതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മാനസികമായിട്ട് ടെൻഷൻ കൂടാനോ, അല്ലെങ്കിൽ നമ്മൾ ടയേർഡ് ആവാനോ, മെന്റലി ടയേർഡ് ആവാനോ, എക്സോസ്റ്റഡ് ആവാനോ ഒക്കെയുള്ള സാധ്യതകൾ കൂടുന്നു. മറ്റുള്ള ചില സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്കലി നമുക്ക് ഏക്സ് ആൻഡ് പെയിൻസ് ഒക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്യാം, അതുപോലെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാം, ഇമോഷണൽ ബ്ലണ്ടിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ആർക്കാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത? എല്ലാവർക്കും ഉണ്ടാവുമോ? പ്രാക്ടീസ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ആങ്സൈറ്റി, ഡിപ്രഷൻ, എന്തെങ്കിലും ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ളവർ, സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ളവർ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ ഫാമിലിയിൽ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി, ഇതിന് മുന്നേ മാനസികമായിട്ടുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളവർ, ഇവർക്കൊക്കെയാണ് ഇങ്ങനത്തെ സൈഡ് എഫക്ട്, മൈൻഡ്ഫുൾനെസിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സോ സമ്മറിയിൽ ഇത്രയേ ഉള്ളൂ. മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് നല്ലൊരു ടെക്നിക്കാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്ട്രെസ് കുറച്ചു വെക്കും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാ മാനസിക അസുഖങ്ങൾക്കും ഉള്ള ഒരു ഒറ്റമൂലിയായിട്ട് ഇതിനെ കരുതാതിരിക്കുക. നിങ്ങളുടെ ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മരുന്നുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറാപ്പി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ എല്ലാം ശരിയാവും എന്ന് കരുതാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുന്നത്. അപ്പോൾ ഇതൊരു ഒറ്റമൂലിയോ മരുന്നോ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു ഉപകരണം മാത്രമാണ്, ഒരു രീതി മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാക്ടീസ് മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നല്ല രീതിയിൽ അതിനെ കണ്ടാൽ, അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചു വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ഉണ്ടാവുക എന്നുള്ളത് മറക്കാതിരിക്കുക. നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്? അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തത് വഴി ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.